അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ലൗ അന്ന ലനാ കിറതൻ എന്ന് പ്രയോഗിച്ചതിൽ നമുക്ക് മനസ്സിലാക്കാൻ മറ്റൊരു വിഷയം കൂടിയുണ്ട്. പരലോക കോടതിയിൽ അവിശ്വാസിയുടെ കൊതിയും പ്രയോഗവും ലൗ എന്ന പദപ്രയോഗം കൊണ്ടായിരിക്കും. എന്നാൽ വിശ്വാസിയുടേത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലൗല എന്ന പദപ്രയോഗം കൊണ്ടായിരിക്കും. എന്താണ് രണ്ടും തമ്മിൽ വ്യത്യാസം? അവിശ്വാസി പ്രയോഗിക്കുന്ന ലൗ, നമ്മുടെ ഈ വചനത്തിൽ ലൗ അന്നലന കിറതൻ എന്നിടത്ത് വന്നതുപോലെ ലൗ എന്നതിൻ്റെ പ്രത്യേകത എന്താണ്? വിശ്വാസി പ്രയോഗിക്കുന്ന ലൗല എന്നതിൻ്റെ പ്രത്യേകത എന്താണ്? അവിശ്വാസിയുടേത് ഈ ഒരു വചനത്തിൽ മാത്രമല്ല, അവിശ്വാസിയുടേത് ഇതുപോലെ ലൗ എന്ന പദപ്രയോഗത്തിൽ വേറെയും അവൻ്റെ ആഗ്രഹവും അവൻ്റെ കൊതിയും പൂതിയുമുണ്ട്. ലൗ അന്നല്ലാഹ ഹദാനി ലകുന്തു മിനൽ മുത്തഖീൻ. അവിശ്വാസി പറയും, അള്ളാഹു എന്നെ ഹിദായത്തിലാക്കിയിരുന്നുവെങ്കിൽ ഞാൻ മുത്തഖീങ്ങളിൽപ്പെട്ടവനാകുമായിരുന്നു. അതേപോലെ മറ്റൊരു വചനത്തിൽ ലൗ അന്നലി കറതൻ ഫഅകൂന മിനൽ മുഹ്സിനീൻ. വന്ന വഴിയെ എനിക്കൊരു മടക്കമുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ സുഹൃതവാന്മാരിൽ ആകുമായിരുന്നു. ഇതൊക്കെ അവിശ്വാസിയുടെ ആഗ്രഹവും പൂതിയാണ്. അതിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗ എന്നുള്ളതാണ് പ്രയോഗം നടത്തിയിട്ടുള്ളത്. ഇതേപോലെ റുബമാ യവദ്ദുല്ലദീന കഫറു ലൗ കാനൂ മുസ്ലിമീൻ. ലൗ കാനൂ മുസ്ലിമീൻ, അവിശ്വാസിയുടെ ആഗ്രഹമാണ് തങ്ങൾ മുസ്ലിമീങ്ങളായിരുന്നുവെങ്കിൽ എന്ന്. ഹദീസിൽ കാണാം, നരകവാസികൾ നരകത്തിൽ സംഗമിച്ചാൽ അഹ്ലുൽ ഖിബലയിൽപ്പെട്ട ആളുകളും അവരോടൊപ്പം നരകത്തിലുണ്ടായാൽ എന്ന് പറഞ്ഞാൽ അവിശ്വാസികളും വിശ്വാസികളിൽ പാപങ്ങൾ ചെയ്ത് നരകശിക്ഷ അർഹിക്കുന്ന ആളുകൾ, അവരാണ് അഹ്ലുൽ ഖിബല, അവരും നരകത്തിൽ നരകവാസികളോടൊപ്പമായാൽ അവിശ്വാസികൾ പറയും അലം തകൂനു മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിരുന്നില്ലേ എന്ന് വിശ്വാസികളോട് ചോദിക്കും, ഈ ശിക്ഷാർഹരായ മുസ്ലിമീങ്ങളോട്. അപ്പോൾ മുസ്ലിമീങ്ങൾ പറയും ബല, അതെ ഞങ്ങൾ മുസ്ലിമീങ്ങളായിരുന്നു. അപ്പോൾ അവിശ്വാസികൾ ചോദിക്കും ഫമാ അഗ്ന അൻകും ഇസ്ലാമുക്കും, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇസ്ലാം ഉപകരിച്ചില്ലേ? വഖദ് സിർത്തും മഅന ഫിന്നാർ, ഞങ്ങൾ അവിശ്വാസികളോടൊപ്പം എങ്ങനെ നിങ്ങൾ മുസ്ലിമീങ്ങൾ നരകത്തിയിലായി തീർന്നു? അപ്പോൾ വിശ്വാസികൾ പറയും കാനത് ലനാ ദുനൂബുൻ, ഞങ്ങൾക്ക് ചില തെറ്റുകൾ ഉണ്ടായിരുന്നു. ഫഉഖിദ്ന ബിഹ, ആ തെറ്റുകളാൽ ഞങ്ങൾ പിടികൂടപ്പെട്ടവരാണ്, ശിക്ഷയ്ക്ക് വേണ്ടി നരകത്തിൽ ആക്കപ്പെട്ടവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ഫയസ്മഉല്ലാഹു മാ ഖാലു, മുസ്ലിമീങ്ങൾ അവിശ്വാസികളോട് പറഞ്ഞ ആ പ്രയോഗം അത് അള്ളാഹു കേൾക്കും. അങ്ങനെ ഫയഅ്മുറു ബിമൻ കാന മിൻ അഹ്ലിൽ ഖിബ്ലതി ഫഉഖ്രിജു, അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ട മുസ്ലിമീങ്ങളെ നരകത്തിൽ നിന്ന് പുറത്തെടുക്കാൻ അള്ളാഹു കൽപ്പിക്കും. അങ്ങനെ അവർ നരകത്തിൽ നിന്ന് പുറത്തെടുക്കപ്പെടും. ഫലമ്മാ റഅ ദാലിക അഹ്ലുന്നാർ, അഹ്ലുൽ ഖിബ്ലയിൽപ്പെട്ട മുസ്ലിമീങ്ങൾ നരകത്തിൽ നിന്ന് പുറത്തെടുക്കപ്പെടുന്നത് നരകവാസികളായ അവിശ്വാസികൾ കാണുമ്പോൾ അവർ പറയും യാ ലൈതനാ കുന്നാ മുസ്ലിമീൻ ഫനഖ്റുജു കമാ ഖറജു, ഞങ്ങൾ മുസ്ലിമീങ്ങളായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു, അങ്ങനെ ആയിരുന്നുവെങ്കിൽ അവർ പുറത്തു പോയതുപോലെ ഞങ്ങൾക്കും പുറത്തു പോകാമായിരുന്നു. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിയത്. സൂറത്തുൽ ഹിജ്റിൻ്റെ തുടക്ക വചനം അലിഫ് ലാം റാ തിൽക ആയാതുൽ കിതാബി വഖുർആനിൻ മുബീൻ റുബമാ യവദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. കണ്ടോ, അവിടെ ഞാൻ ഈ സംഭവം കൊണ്ടുവന്നത് ഈ ലൗ കാനൂ മുസ്ലിമീൻ എന്നുള്ളത് അവിശ്വാസികൾ അന്ത്യനാളിൽ നരകത്തിയിൽ കൊതിക്കുന്ന പൂതി വെക്കുന്ന വിഷയമാണ്. ഇവിടെയും ലൗ എന്നാണ് പ്രയോഗിച്ചത്. അതാണ് നമ്മുടെ വിഷയം. അവിശ്വാസി ആഗ്രഹിക്കുമ്പോൾ കൊതിക്കുമ്പോൾ ലൗ കാനൂ മുസ്ലിമീൻ, ലൗ അന്നലി കറതൻ ഫഅകൂന മിനൽ മുഹ്സിനീൻ, ലൗ അന്നല്ലാഹ ഹദാനി ലകുന്തു മിനൽ മുത്തഖീൻ. നമ്മുടെ ഈ വചനത്തിൽ നമ്മൾ കേട്ട പോലെ ലൗ അന്നലനാ കറതൻ ഫനതബറഅ മിൻഹും, ഇങ്ങനെയാണ്. എന്നാൽ വിശ്വാസിയോ? വിശ്വാസി പ്രയോഗിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്ത് അറാഫിൻ്റെ 43-ൽ അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഈ സ്വർഗത്തിലേക്ക് ഞങ്ങളെ വഴി കാണിച്ച അള്ളാഹുവിന് മാത്രമാകുന്നു സ്തുതികൾ അടങ്കലും. ഞങ്ങളൊരിക്കലും മാർഗം പ്രാപിക്കുന്നവരായിരുന്നില്ല. ലൗലാ അൻ ഹദാനല്ലാഹ്, അള്ളാഹു ഞങ്ങൾക്ക് മാർഗം കാണിച്ചില്ലായിരുന്നുവെങ്കിൽ. ഇവിടെ ലൗല എന്നാണ് പ്രയോഗിച്ചത്. അവിശ്വാസിയുടെ പ്രയോഗത്തിലെ ലൗ, വിശ്വാസിയുടെ പ്രയോഗത്തിലെ ലൗല. എന്താ ഇത് തമ്മിൽ വ്യത്യാസം? വ്യാകരണത്തിൽ ലൗ എന്ന അവ്യയം ഹർഫും തിനാഇൻ ലിം തിനാഇൻ എന്നാണ് പറയുക. എന്നാൽ ലൗല ഹർഫും തിനാഇൻ ലി വുജൂദ് എന്നാണ് പറയുക. എന്താണ് ഈ പറഞ്ഞതിൻ്റെ പൊരുൾ, ഉദ്ദേശം?
ലൗ ഹർഫു ഇംതിനാ ഇംതിനാ എന്ന് പറഞ്ഞാൽ ലൗവിന് ശേഷമുള്ള ഷർത്തും ജവാബും രണ്ടും ഉണ്ടായിട്ടുണ്ടാവില്ല. ലൗ ഊലിജൽ മരീദു ലസലിം, രോഗി ചികിത്സിക്കപ്പെട്ടിരുന്നുവെങ്കിൽ അവൻ രക്ഷപ്പെട്ടേനെ എന്നാണ്. അവിടെ രോഗി ചികിത്സിക്കപ്പെട്ടിരുന്നുവെങ്കിൽ എന്നത് ഷർത്താണ്, ലസലീം എന്നത് ജവാബാണ്. അപ്പോൾ രോഗി ചികിത്സിക്കപ്പെട്ടിട്ടില്ല, അതിനാൽ തന്നെ രോഗി രക്ഷപ്പെടുക എന്നുള്ളതും ഉണ്ടായിട്ടില്ല. ഷർത്തും ഇല്ല, ജവാബും ഇല്ല. അതാണ് ഹർഫും തിന ഇല്ലിം തിന. അതുകൊണ്ട് തന്നെ അവിശ്വാസി പരലോകത്ത് ലൗ കാനു മുസ്ലിമീൻ, തങ്ങൾ മുസ്ലിമീങ്ങളായിരുന്നുവെങ്കിൽ എന്ന് കൊതിച്ചിട്ട് കാര്യമല്ല. മുസ്ലിമായി നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് നടക്കില്ല, ഉണ്ടാകില്ല. ഇവിടെ ലൗ അന്നലന കറത്തം ഫനതബറഅ മിൻഹും, ഞങ്ങൾക്കൊരു മടക്കം സ്ഥിരപ്പെട്ടിരുന്നുവെങ്കിൽ ഞങ്ങൾക്കും നേതാക്കന്മാരിൽ നിന്ന് പറഞ്ഞൊഴിയാമായിരുന്നു, അകലാമായിരുന്നു എന്നത് രണ്ടും നടക്കില്ല. മടക്കവും സാധ്യമല്ല, അവരിൽ നിന്ന് പറഞ്ഞൊഴിയുക എന്നുള്ളതും സാധ്യമല്ല. എന്നാൽ ലൗല പ്രയോഗിക്കുമ്പോഴോ, ലൗലയുടെ പ്രയോഗം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മൾ പറഞ്ഞു ഹർഫ് ഇംതിന ലി വുജൂദ് എന്നാണ്. ലൗലല്ലത്തിൽ ഇംതിന ഹർഫുൻ വുജിദ് ലിതിൽവി തിൽവിൻ ഇംതിന ലിൽ വുജൂദ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം ലൗല നബഹൽ കൽബു ലദഖലൽ ലിസ്സു, നായ കുരച്ചില്ലായിരുന്നുവെങ്കിൽ അക്രമക്കുമുള്ള കള്ളൻ കയറുമായിരുന്നു എന്ന് പറയും. ഇവിടെ കള്ളൻ കയറിയോ? ഇല്ല. എന്തുകൊണ്ട്? നായ കുരച്ചതിനാൽ. അപ്പോൾ ഇവിടെ വമാ കുന്നാ ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ്, ഞങ്ങൾ മാർഗം കാണുന്നവരാകുമായിരുന്നില്ല അള്ളാഹു സുബ്ഹാനഹു വതആല ഞങ്ങളെ ഹിദായത്തിലാക്കുക എന്നുള്ളതുണ്ടായിരുന്നില്ലെങ്കിൽ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഹിദായത്തിലാക്കുക എന്നുള്ളതുണ്ടായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്വർഗത്തിലേക്ക് മാർഗം കാണുന്നവരായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ, രണ്ട് വിഭാഗത്തിൻ്റെയും ഈ പ്രയോഗം, അവിശ്വാസി ലൗ എന്നാണ് പ്രയോഗിക്കുന്നത്, വിശ്വാസി ലൗല എന്നാണ് പ്രയോഗിക്കുന്നത്. ഏതായാലും ഇവിടെ ലൗ എന്നത് അവിശ്വാസിയുടെ അല്ലെങ്കിൽ അനുയായികളുടെ, പിന്തുടർന്നവരുടെ വൃഥ കൊതിയും പൂതിയും ദ്യോതിപ്പിക്കാനാണ് പ്രയോഗിക്കപ്പെട്ടിട്ടുള്ളത്.